ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ആദ്യത്തെ ക്രൂസ് ട്രിപ്പ്. വെരി എക്സൈറ്റഡ് ആയിരുന്നു. ഓരോ ദിവസവും കൗണ്ട് ചെയ്ത് ഇങ്ങനെ നോക്കിയിരുന്നു ഒരു ക്രൂസ് ട്രിപ്പിന് വേണ്ടിയിട്ട്. ഒരു ധാരണയും ഇല്ലായിരുന്നു എന്താണ് ക്രൂസ് ട്രിപ്പെന്നോ, എന്താണ് നമുക്ക് അതിനു വേണ്ടി പ്ലാൻ ചെയ്യേണ്ടിയിരുന്നെന്നോ ഒന്നിനെ പറ്റിയും ഒരു ധാരണയും ഇല്ലായിരുന്നു. പക്ഷേ എവറി ഡേ ഐ വാസ് പ്രിപ്പയറിങ് ഫോർ ദാറ്റ്. ഇതിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ കുറച്ച് പേരെങ്കിലും ക്രൂസ് ട്രിപ്പിൽ പോയിട്ടുണ്ടായിരിക്കാം, കുറച്ച് പേര് ക്രൂസ് ട്രിപ്പിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ക്രൂസ് ട്രിപ്പ്. പോയവർക്കും ഇതിൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റിയ അബദ്ധങ്ങളും അങ്ങനെയൊക്കെ അവർക്കും ഇതേപ്പറ്റി റിലേറ്റ് ചെയ്ത് ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയായിരിക്കും ഇത്. ഞങ്ങൾ മാസങ്ങളോളം പ്രിപ്പയർ ചെയ്തു ഒരു ക്രൂസ് ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട്. വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ക്ലാര. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് എൻ്റെ ആദ്യത്തെ ഒരു ക്രൂസ് ഷിപ്പ് എക്സ്പീരിയൻസിനെ പറ്റിയാണ്. എന്താണ് അതിൽ പറ്റിയ അബദ്ധങ്ങളും നമുക്ക് എന്തൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റുമായിരുന്നു, എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് എത്ര പേർക്ക് ഇത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകും എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പോയതൊരു 13 ദിവസത്തെ ക്രൂസ് ട്രിപ്പ് ജേർണി ആയിരുന്നു. അത് അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ലോങ് ട്രിപ്പ് പോകണമെന്ന് എനിക്കൊരു മനസ്സിലാഗ്രഹമുണ്ടായിരുന്നു. കാരണം എല്ലാവരും 1 month 2 month 3 months അങ്ങനെ ജേർണി ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാനും ഓർത്തു നമുക്കും ഒരു ക്രൂസ് ട്രിപ്പ് പോയാൽ എന്താണ്, ഒന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇങ്ങനെ ഈ 13 ദിവസത്തെ ഒരു ട്രിപ്പ് നമുക്ക് കിട്ടി. അങ്ങനെ പോയി. നമുക്ക് മാസങ്ങളോളം ഒന്നും ബുക്ക് ചെയ്ത് പോകാൻ പറ്റത്തില്ല, കാരണം അതിനുള്ള ഒരു സാഹചര്യമൊന്നും നമുക്കില്ല. നമുക്ക് അവധിയെടുക്കണം, ജോലിയിൽ നിന്ന് അവധിയെടുക്കണം, കുട്ടികളുണ്ട്, പല കമ്മിറ്റ്മെൻറ്റുകളുമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു 1 മാസം 2 മാസം അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾക്ക് പറ്റിയത് ഒരു 13 day ആയിരുന്നു. അതങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തു. മാസങ്ങൾ വെയിറ്റ് ചെയ്തു പോകാനായിട്ട്. അതിനു മുമ്പ് നമുക്ക് ക്രൂസിൻ്റെ ബുക്ക് ചെയ്ത അവർ നമുക്ക് ഒരു ലെറ്ററും കാര്യങ്ങളും ഒക്കെ തരും. നമ്മൾ എന്തായിരിക്കാം നമ്മൾ ധരിക്കുക, എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഡെയിലി അവിടെ അതിനകത്തുണ്ടായിരിക്കുക, ഓരോ ദിവസത്തെ ചാർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അയച്ചു തന്നിരുന്നു. അപ്പം ഞങ്ങൾ ഇതിനു വേണ്ടി ഒരു 1-2 മാസത്തോളം പ്രിപ്പയറായി ഇങ്ങനെ പോകാനായിട്ട്. കാരണം ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു 13 ദിവസം നമ്മൾ കരയിൽ നിന്ന് മാറി വെള്ളത്തിൽ താമസിക്കാൻ പോകുന്നത്. ഇത് പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലോ. എന്നും ഷോപ്പിങ് കാര്യങ്ങൾ അങ്ങനെയായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു പോയി. പക്ഷേ ഷോപ്പിംഗ് ഒത്തിരിയും ചെയ്തു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 13 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ഇവർ ലെറ്ററിൽ എഴുതിയിരുന്നു ഫോർമൽ ഡേയ്സ് ഉണ്ട്, പിന്നെ എവറി ഈവനിങ്ങും അവിടെ ഓരോ പ്രോഗ്രാംസ് ഉണ്ട്, ഓരോ തീംസ് ഉണ്ട്, അങ്ങനെ ഫോട്ടോഷൂട്ടുണ്ട് എല്ലാ ദിവസങ്ങളിലും ഈവനിങ്ങിൽ. അങ്ങനെ എല്ലാ ദിവസവും ഈവനിങ്ങിൽ നമുക്ക് മീൽസ് ഉണ്ട്. 5 star റെസ്റ്റോറൻറ്റ്, അതിനകത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റാണ്, അതിനകത്ത് നമുക്ക് മീൽസ് ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും ഫോർമലായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ച് വേണം അങ്ങനെ പോകാനായിട്ട് ഈവനിങ്ങിൽ. അതിന് വേണ്ടിയിട്ട് കുറേ ഡ്രസ്സുകൾ നമ്മൾ ഷോപ്പ് ചെയ്തിരുന്നു. അതൊക്കെ പിന്നെ ഇത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാനും അയൺ ചെയ്യാനും ഒക്കെ അതിനകത്ത് തന്നെ സൗകര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പിന്നെയാണ് മനസ്സിലായത്. ഇതിൻ്റെ ബാക്കി കഥകൾ ഞാനിതിൻ്റെ പുറകെ പറയാം. അങ്ങനെ നമ്മൾക്ക് ക്രൂസ് ഷിപ്പിൻ്റെ ഡേ എത്തി. ഞങ്ങൾക്കൊരു
2:30 PM ബോർഡിംഗ് ടൈം. എനിക്കൊന്ന് പലർക്കും പല ടൈമിംഗ് ആയിരുന്നു അവിടെ കൊടുത്തിരുന്നത്. എപ്പോഴും നമ്മൾ ഏർലി ആയിട്ട് ചെല്ലുന്നതാണ് നല്ലത്. ഞങ്ങളൊരു 2 hours ഏർലി ചെയ്തു, വെയിറ്റ് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് കാണാം നമ്മുടെ ക്രൂസ് അവിടെ ടെർമിനലിൽ കിടപ്പുണ്ട്. എല്ലാവരും സോ എക്സൈറ്റഡ് ആയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. പിന്നെ എല്ലാവരും അതിൻ്റെ ഫോട്ടോ എടുത്തു, ഞാനും എടുത്തു 1-2 ഫോട്ടോ. അങ്ങനെ നമ്മുടെ സമയം വന്നു. 2:30 ആയപ്പോൾ എല്ലാം ചെക്കിങ് കഴിഞ്ഞു, ലഗേജ് എല്ലാം വിട്ടു, അത് കയറ്റി. അതിനുശേഷം സമയമായി ബോർഡ് ചെയ്തു. എൻ്റെ കൂടെ വേറെ ഒരു ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നമ്മുടെ ഭാഷ സംസാരിക്കുന്നതായിട്ട്. ബാക്കി എല്ലാവരും ഇംഗ്ലീഷുകാരായിരുന്നു. അതിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാളിലോട്ട് കയറുന്ന ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കരമായിട്ട് വെൽക്കമിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. വേറൊരു ഫീലിംഗ് കയറി കഴിഞ്ഞപ്പം പിന്നെ എന്താണ് ഇതിനകത്ത് നടക്കുന്നത് അങ്ങനെ അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയും. ഒന്നും അറിയില്ലല്ലോ, ഒന്നും അറിയാതെയാണ് ഇതിനകത്ത് ചെന്ന് കയറുന്നത്. കയറി ചെന്ന് കഴിഞ്ഞപ്പം തന്നെ ഭക്ഷണത്തിൻ്റെ സമയമായിരുന്നു. അപ്പം തന്നെ അവർ എല്ലായിടത്തും ഇങ്ങനെ ഗാർഡ്സ് പോലെ ആളുകൾ നിൽപ്പുണ്ട്. നമ്മുടെ കൈ ക്ലീൻ ചെയ്തോന്ന് ചെക്ക് ചെയ്യാൻ ആളുണ്ട്. ഫുഡിൻ്റെ അകത്തോട്ട് ഫുഡ് കഴിക്കാൻ കയറുമ്പം അതൊക്കെ ഭയങ്കര ഹൈജീനും കാര്യങ്ങളുമാണ്. കാരണം ഇത് 13 ദിവസത്തെ ട്രാവൽ. അപ്പം അതിനകത്ത് ഒരാൾക്ക് ഏതെങ്കിലും സോർട്ട് ഓഫ് ഇൻഫെക്ഷനോ അസുഖമോ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്ന സ്ഥലങ്ങളിൽ ആളുകൾ എൻട്രിയിൽ നിൽപ്പുണ്ട്. നമ്മുടെ കൈ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ആൽക്കഹോൾ വൈപ്സ് അവിടെ എൻട്രിയിൽ തന്നെയുണ്ട്. നമ്മളത് ക്ലീൻ ചെയ്തിട്ട് വേണം കയറാനായിട്ട്. അങ്ങനെ എല്ലാ രീതിയിലും അവർ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൽ നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതിന് മാത്രം ഫുഡുണ്ട് അതിനകത്ത്. വെജിറ്റേറിയൻ, നോൺ വെജ്, വീഗൻ, എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങൾ. നമുക്ക് എന്ത് കഴിക്കണമെന്ന് അറിയാൻ വയ്യാതെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്തൊക്കെയോ എടുത്ത് കഴിച്ചു. കാരണം നല്ല വിശപ്പിൽ അതിനകത്തോട്ട് ചെന്ന് കയറിയത്. കാരണം ഞങ്ങൾ 12 മണിയായപ്പം വീട്ടിൽ നിന്ന് പോയി, ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പം ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ്. അപ്പം കണ്ടത് എന്തൊക്കെയോ എടുത്ത് കഴിച്ചു കഴിഞ്ഞ് പിന്നെ അവിടെ എല്ലാവരും ഇതിൻ്റെ മേളിൽ പോയിരുന്നു. കാരണം അപ്പോഴും ക്രൂസ് അവിടുന്ന് മൂവ് ചെയ്തിട്ടില്ല, ടെർമിനലിൽ തന്നെ കിടക്കുകയായിരുന്നു. മേളിൽ പോയി അവിടെ പാട്ട്, ഡാൻസ്, പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റുകൾ, സ്നാക്സ്, ഡ്രിങ്ക്സ്, വെയിറ്റേഴ്സ് എല്ലാവർക്കും കൊണ്ടുവന്ന് ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ അങ്ങനത്തെ ഒരു ഡ്രിങ്ക്സ് കഴിച്ചില്ലാത്ത കാരണം എനിക്കിത് എന്താണ് ടേസ്റ്റ് ഇതൊന്നും അറിയത്തില്ല. നമുക്ക് കോക്ടെയിൽ ഓർഡർ ചെയ്യാം, എന്ത് വേണേലും ഓർഡർ ചെയ്യാം. അപ്പം എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മറ്റുള്ള ഡ്രിങ്ക്സ് ഒന്നും താല്പര്യമില്ല. അപ്പം പിന്നെ ഞാൻ ഒരു കോക്ടെയിൽ ഓർഡർ ചെയ്തു. അത് ജ്യൂസിൽ മിക്സ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ്സ് ഓക്കെ, ടേസ്റ്റ് വാസ് ഗുഡ്. അങ്ങനെ അത് കഴിച്ചു. അത് കഴിച്ചതിന് ശേഷം അതൊരെണ്ണം കുടിച്ചു. അതിനുശേഷം പിന്നെ അവിടെ പാട്ട്, ഡാൻസ്, എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ അതിൻ്റെ മേളിൽ നിന്ന് എല്ലാവരും നോക്കി കാണുകയാണ്. വളരെ ഭംഗിയാണ്. കാരണം ഇത് ആപ്ര ഹൗസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ടെർമിനൽ. അപ്പം നമുക്ക് അവിടെ നിന്ന് കഴിയുമ്പോൾ ഭയങ്കര ലൈറ്റിങ്ങും, ഇത് ആപ്ര ഹൗസ് കാണാം, ലൈറ്റിങ് കാണാം, പിന്നെ ലോഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അകത്ത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതിനകത്ത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പയ്യെ മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം. കാരണം നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് അങ്ങനെ ഇവിടെ തുടങ്ങിയാണ്. എനിക്ക് ഈ
വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനത് കാരണം ഓരോ വീഡിയോയിലും കുറച്ച് ഭാഗങ്ങളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസും ഓരോ ദിവസത്തെ ചാർട്ടും എന്തൊക്കെയാണ് ക്രൂസിനകത്ത് ഓരോ ദിവസം നടന്ന സംഭവങ്ങളും ഇതെല്ലാം ഞാൻ വിവരിക്കുന്നതായിരിക്കും. ക്രൂസിൽ പോയവരും പോകാനിരിക്കുന്നവരും ഒക്കെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ പുറകെ ഞാൻ അടുത്ത ഭാഗം പറയുന്നതായിരിക്കും. ഡേ 1 തുടങ്ങി ഡേ 13 വരെ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത്. Thanks for watching and comment below and subscribe my channel. See you soon. Bye.